ഹലോ, എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നാളെ ആഷിട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യ സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണേ. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടോ. ഇവിടെ സീസൺ ആയ കാരണം സീസണൽ പച്ചക്കറികൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ തപ്പി പിടിച്ച് കുമ്പളങ്ങി മത്തങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന കുറച്ച് കുറച്ച് വിഭവങ്ങൾ. പിന്നെ നമുക്ക് പച്ചക്കറികളും പരിമിതമാണല്ലോ. മാർക്കറ്റിലൂടെ കുറേ അലഞ്ഞിട്ടാണ് ഈ കുമ്പളങ്ങയൊക്കെ കിട്ടിയത്. ഈ സമയത്ത് കുമ്പളങ്ങയൊന്നും വരില്ല കേട്ടോ. പിന്നെ രാത്രിയത്തെ ഫുഡ് അടിയൊക്കെ കഴിച്ചിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് പച്ചക്കറി അരിയായിരുന്നേ. കാരണം രാവിലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ സഹായിക്കാൻ പറഞ്ഞിട്ട് കുറച്ചൊക്കെ സഹായിക്കാൻ വന്നതാണേ. തണുപ്പായ കാരണം പിന്നെ പച്ചക്കറി അരിഞ്ഞാലും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചോര കണ്ടു, ശുഭം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഗൈസ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സല്ലേട്ടനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ പരസ്പരം പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടുംബകാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചർച്ച ചെയ്തിരുന്നത്. ഫുള്ള് കല്യാണരാമ മൂവിയിലെ തങ്ക് ഡയലോഗുകളായിരുന്നേ. ഏട്ടൻ സവാള ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്നിട്ട് മോൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടേ. കാരണം കൊതുകിനും ഇല്ലേ കൃമികടി. ക്വാർട്ടേഴ്സിലായ കാരണം എല്ലാ സാധനങ്ങൾക്കും ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. പാത്രങ്ങളിലായാലും അത് ഉണ്ടാക്കാനായാലും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ സദ്യയെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവിടെ ഒരു യുദ്ധമായിരിക്കും ഗൈസ്. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, റെസിപ്പീസിൻ്റെയൊക്കെ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നതേ. പിന്നെ സദ്യയെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതല്ലേ, അടിപൊളിയായിരിക്കും. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നെ തന്നെ പൊക്കുകയാണെന്ന്. സത്യമാണ്, എന്നെ പൊക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം പൊങ്ങി. പിന്നെ ഈവനിങ് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിട്ടോ. വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ താഴെയുള്ള ഒരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മലയാളി ഫാമിലിനെ കൂടി വിളിച്ച് ഞങ്ങൾ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് പ്രോഗ്രാം നടത്തി. എൻ്റെ മകൻ ഓരോ വർഷം കൂടുന്തോറും വളർന്ന് വരികയാണെന്ന് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോഴാട്ടോ മനസ്സിലാക്കി. കഴിഞ്ഞ പ്രാവശ്യം അവൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നേ. ഇന്ന് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കട്ട് ചെയ്യാൻ. ഓരോ വർഷം തോറും നമ്മുടെ മക്കളൊക്കെ വളരുമ്പോൾ നമുക്ക് അവരെപ്പോഴും ചെറിയ മക്കൾ തന്നെയായിരിക്കും അല്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. പിന്നെ ഞാനും സല്ലേട്ടനൊക്കെ കേക്ക് കൊടുത്തേ. എനിക്ക് അവൻ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വന്നേ. പണ്ട് നമ്മൾ വലിയ സെലിബ്രേഷനൊക്കെ ആയിട്ട് നമ്മൾ മോൻ്റെയൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. കരച്ചിലും പിഴിച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു. പക്ഷെ അവർ ഓരോ വർഷം കൂടുന്തോറും അവർക്ക് അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് അതിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കാം. ഞാൻ കഥ പറഞ്ഞ് എങ്ങോട്ടോ പോകുന്നുണ്ടല്ലേ. പിന്നെ രാത്രി ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ദം ബിരിയാണിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു. അതങ്ങനെയാണല്ലോ, ഫുഡ് കണ്ടാൽ നമ്മളങ്ങ് മതി മറക്കുമല്ലോ. അപ്പോൾ ശരി, ബൈ.